ആർക്കാ? ഭർത്താവിന്റെ പേര്. എന്താ നക്ഷത്രം? പൂരോരുട്ടാതി. ഭർത്താവിന്റെ പേര് ഉദയോർമ്മയെന്നല്ലേ? അതെ. ശോഭെ, സാറിന് കാപ്പി കൊടുത്തോ? കൊടുത്തു. പക്ഷെ കൊച്ചമ്മ വരട്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എന്തിന്? സമയം ഒരുപാടായില്ലേ? അല്ല, അമ്പലത്തിൽ പോയിട്ട് സമയം ഒരുപാടായിട്ട് ഗ്യാസ് കയറി. ശരി, പോയി കാപ്പി കുടിച്ചോളൂ. അല്ല, ഇന്നിനി ഓട്ടം ഉണ്ടോ? അറിയിക്കാം. അല്ല, ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. വേണ്ടേ? നല്ല ആളാ. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ശ്രീദേവി കൂടെ വരട്ടെ എന്ന് കരുതി എന്തിനാ പതിവ് തെറ്റിക്കുന്നത്? ഞാൻ ലേറ്റ് ആവുന്ന പറഞ്ഞിട്ടാണല്ലോ പോയത്. സമയം എത്രയായി? ഒരു മിനിറ്റ്. ആഹാരത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചില്ല. ഇഡ്ലി തണുത്തോ? സാരമില്ല. അച്ഛൻ ഇന്ന് പോണെന്നാ പറയുന്നത്. ശ്രീദേവി പറഞ്ഞില്ലേ, 2 ദിവസമല്ലേ ആയുള്ളൂ, നാളെ പോവാന്ന് പറ. ഞാൻ പറഞ്ഞതാ, അച്ഛൻ സമ്മതിക്കുന്നില്ല. മോൾ അമ്പലത്തിൽ നിന്ന് എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ അച്ഛാ. അമ്മാവൻ കാപ്പി കുടിച്ചോ? ഞാൻ അല്പം നേരത്തെ കഴിച്ചു. ഇരിക്കെ. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? മരുന്ന് തീരുന്നവരെങ്കിലും ഇവിടെ നിന്നൂടെ? ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞാ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യാം. പോകുന്ന വഴി ഹോസ്പിറ്റലിൽ കയറി ഒരാഴ്ചത്തേക്കുള്ള മരുന്നോട് വാങ്ങിച്ചോ. അങ്ങനെ ആവട്ടെ. രമണിയോട് എല്ലാ ആഴ്ചയിലും കത്തെഴുതാൻ പറയണം. ചേട്ടൻ ഇന്നലെയും കൂടി ചോദിച്ചു, 2 ആഴ്ചയായിട്ട് രമണിയുടെ കത്ത് കണ്ടില്ലല്ലോ എന്ന്. അവൾ അടിക്കടി എഴുതുന്നുണ്ടല്ലോ മോളെ. സുധയും ഭർത്താവും വരാറുണ്ടോ? ഞായറാഴ്ച വരും. റാണിമോക്ക് എന്ത് പറ്റി? പനിയാ? ഞാൻ ഡാഡിയോട് പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചു തരാം. ബാ. ഡാഡി, എന്താ മോളെ? ഇതെന്റെ കൂട്ടുകാരിയാ, റാണിമോൾ. പനിയാ? കുറച്ച് മരുന്ന് കൊടുക്ക് ഡാഡി. പിന്നെ കുത്തിയേക്കണ്ട, പാവാ, കരയും. ശരി. എന്താ 2 ദിവസമായി നല്ല ജലദോഷവും പനിയും ഉണ്ട്. മോളൊന്ന് വാ തുറന്നേ. സാരമില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ. ഞാൻ ഒരു മിക്സറും ടാബ്ലറ്റും കുറിച്ച് തരാം. 3 ദിവസത്തേന് കഴിക്കട്ടെ. പിന്നെ പൊടിയരിക്കഞ്ഞി മാത്രം കൊടുത്താൽ മതി. റാണിമോളുടെ അസുഖമൊക്കെ നാളെ മാറിക്കോളും കേട്ടോ. നമസ്കാരം. ഇരിക്കൂ. മിസ്റ്റർ വർമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? വീട്ടിൽ ആളില്ലാത്തതല്ലേ ഡോക്ടർ? എക്സ്ക്യൂസ് മീ ഡാഡി, റാണിമോളുടെ മരുന്നിന്റെ പൈസ വാങ്ങിക്കണ്ട. അതെന്താ? ഇന്നാള് എനിക്കൊരു ചുമന്ന പെൻസിൽ തന്നതാ. വേണ്ട, മോള് പോയി ലീലാമ്മോട് പറ, റാണിമോളുടെ മരുന്നിന് പൈസ വാങ്ങിക്കണ്ടെന്ന് ഡാഡി പറഞ്ഞെന്ന്. താങ്ക് യു ഡാഡി. ഇത് മകളുടെ കുട്ടിയാണ്. അതെ, ഇവിടുത്തെ പേഷ്യൻസിനെല്ലാം പെറ്റാ. മരുന്നെല്ലാം മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ? പൂവ് കുറച്ചുകൂടി കഴിക്കണം. ചുമ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഒരു ടോണിക്കിനോട് എഴുതരാം.
ഇരിക്കൂ. എന്തായി? ഓപ്ഷൻ എടുത്ത ബുധനാഴ്ചയാണ്. തയ്യാറായ അത്രയും തേയിലപ്പെട്ടികൾ കൊച്ചിയിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ലീഫ് കൂടി പുറത്തു നടക്കേണ്ടി വരും. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നു മുതൽ ഫാക്ടറിയിൽ നൈറ്റ് ഷിഫ്റ്റ് ആരംഭിക്കാൻ ഞാൻ രാമൻ കങ്ങാണിയെ പറഞ്ഞ് ചുമതലപ്പെടുത്തി. ഇന്നലെ ആ രാഘവൻ എന്തോ പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കി. മുതലാളിയെ കണ്ട് അവർക്കെന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജഗദീഷ് എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ഞങ്ങളുടെ തീരുമാനമെന്ന്. അല്ല, പ്രശ്നം ഒരുവിധം അവസാനിച്ച പോലെയാണ്. ജഗദീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഉവ്വ്. നുണ പറയരുത്. ഇല്ല, ഞാൻ കഴിച്ചതാ. ഷുവർ? അതെ. അപ്പൊ ചായ കുടിക്കാം. താങ്ക് യു. ജഗദീഷ് വീട്ടിലേക്ക് പണമൊക്കെ അയച്ചോ? അയച്ചില്ല. കണ്ടോ, ഞാൻ സൈൻ ചെയ്ത് എത്ര ചെക്ക് ലീഫ് ജഗദീഷിന്റെ കയ്യിലുണ്ട്. ഇന്ന് തീയതി 5 ആയില്ലേ? ഇന്ന് തന്നെ അയച്ചേക്കൂ. ശരി സാർ. ജഗദീഷിന്റെ അമ്മയ്ക്ക് ഞാൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്തിനാ വെറുതെ? കഴിഞ്ഞ വിഷുവിന് എടുത്തു കൊടുത്ത ഡ്രസ്സ് തന്നെ ഇട്ട് കാണില്ല. ഞാനും സാറിന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാ. സാർ ഇതിൽ ഇടപെടണ്ട. എന്നാ ഞാൻ എസ്റ്റേറ്റിലേക്ക് പോട്ടെ. ആ, ഇതൊന്ന് ഒപ്പിടണം. ദേ മാനേജിംഗ് ഡയറക്ടറിലെ ഇരിക്കുന്നത്, അങ്ങോട്ട് കൊടുത്തേക്ക്. എവിടെ? ദാ ഇവിടെ. കിടക്കണേ മോളെ, വല്ല മുള്ളോ കുപ്പി കഷ്ണോ കാണും. ആന്റി മിണ്ടല്ലേ, അത് പോവും. നല്ല തുമ്പിയായിരുന്നു, അത് പോയി. ഇനി നാളെ പിടിക്കാം. ബാ. ആന്റി നമുക്ക് ഊഞ്ഞാലാടാ. മോളുടെ ചെരുപ്പന്തിയേ? അയ്യോ, ചെരുപ്പിടാണ്ട് മണ്ണിലിറങ്ങി നടന്നാലേ ഡാഡി വഴക്ക് പറയും. ഹായ് സിന്ധുമോൾ. ഡാഡി ഡാഡി. വാ പറയട്ടെ. ആ, മോൾ ഇന്ന് എത്ര പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു? 1 2 3, പിന്നെ നല്ല വെളുത്ത നീളമുള്ള താഴെയുള്ള ഒരു അപ്പൂപ്പൻ 4 5 അല്ല 6. കൂട്ടത്തിൽ ആരെങ്കിലും സീരിയസ് ആണോ? ഒരാള്. എന്താ അസുഖം? പല്ലുവേദന. ആന്റി ഒന്നും ചിരിക്കണ്ട. അയാള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ മരുന്ന് കൊടുത്തപ്പോഴാണ് നിന്നത്. സാർ, ടെലിഫോൺ. ഹലോ, ഡോക്ടർ അല്ലേ? ഞാൻ ഉദയവർമ്മ. ശ്രീദേവിയുടെ അച്ഛൻ വന്നിരുന്നു. 2 ആഴ്ചത്തേക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ടോണിക്കും. താങ്ക്സ്. സിന്ധു മോളുടെ ബർത്ത്ഡേ നാളെയല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ, ശ്രീദേവി പറഞ്ഞു കാണും. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നാളെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ലീവ് എടുത്തിരിക്കുക. നമുക്കൊരു പിക്നിക് തന്നെ പ്ലാൻ ചെയ്ത് കളയാം. എന്താ? അതൊക്കെ വർമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? നമുക്ക് ഇവിടെ തന്നെ ആവാം. പിന്നെ മോളെന്തേലും ചോദിക്കാം. മോളെന്തേ? ഇവിടെ ഉണ്ട് മോളെ. ദേ വർമ്മയെങ്കിൽ. ഹലോ. ഹലോ സിന്ധുമോൾ. ഹലോ ആന്റി, ഹൗ ആർ യു? ഐ ആം ഫൈൻ. മോക്ക് സുഖാണോ? യെസ്, ഐ ആം ഫൈൻ. ആന്റി, നാളെ എന്റെ ബർത്ത്ഡേയാ. മോക്ക് ഞാനൊരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്. ഡാഡി, ആന്റി എനിക്ക് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. എന്താണെന്ന് ചോദിക്കും മോളെ. എന്ത് സമ്മാനം ആന്റി? മഞ്ഞ് പോലെ വെളുത്ത മാലാഖമാരിടുന്ന പോലുള്ള ഒരു പട്ടുടുപ്പ്. ഈ പത്മാലയ എന്ന് പറയുന്ന ബംഗ്ലാവ് ഏതാ? പത്മാലയം? അത് നമ്മുടെ വർമ്മസാറിന്റെ ബംഗ്ലാവല്ലേ? ഇവിടുന്ന് നേരെ ചെന്ന് എടുത്തോട്ട് കയറുമ്പോ വലതുവശത്ത് കടന്ന ആദ്യത്തെ കെട്ടിടമാ. എന്തൊരു കുളിര. തീപ്പെട്ടിയുണ്ടോ? ശ്രീദേവി ഉണ്ടോ? ഇല്ലല്ലോ. എവിടെ പോയി?
സാറും കൊച്ചമ്മയും കൂടി ഫാക്ടറി പോയിരിക്കുക. ഏത് ഫാക്ടറി? അവരുടെ ഫാക്ടറിയിലേക്ക്, അല്ലാതെ പിന്നെ നാട്ടുകാരുടെ ഫാക്ടറിയിലേക്കാണോ? സാറേ വല്ലതും പറയണോ? അല്ല, സാധാരണ ആരെങ്കിലും അവരെ അന്വേഷിച്ചു വന്നാൽ എഴുതി വെക്കാൻ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. അല്ല, അതെടുത്തോണ്ട് വരണമെന്നുണ്ടേ. ഏ ഏ ഇത് കുറച്ചുകൂടി ശരിയാകാനുണ്ട്. ആ റോളർ ഒന്ന് നോക്കണം. പിന്നെ മേഡം പുറപ്പെടാറായിരുന്നു മുതലാളി ചോദിച്ചു. ആ ഡ്രൈവർ വണ്ടി എടുക്ക. എന്റെ ഒരു സ്നേഹിതൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓഫീസറോട് ലീവ് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ഈ അടുത്ത് ആരോ ഒരു ആനയെ വെടിവെച്ചിട്ടു. അതുകൊണ്ട് സെക്യൂരിറ്റി വളരെ സ്ട്രിക്റ്റാ. നീ 10-ാം തീയതി വരുമെന്നല്ലേ എഴുതിയിരുന്നത്? 3-4 ദിവസം മുമ്പ് ജയിലർ പറഞ്ഞു ഇന്ന് പോവാന്ന്. വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല. എന്തേ? വീട്ടിൽ പോകാനല്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് തന്നെ മടങ്ങാനാ ഭാവം? ആ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. നീ എന്താടാ ഈ പറയുന്നത്? കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. എന്ത് ജോലി? അത് തൽക്കാലം നീ അറിയണ്ട. പഴയ സ്വഭാവം ഇതുവരെ മാറ്റാറായില്ല അല്ലേ? പഴയ കണക്കുകൾ തീരുമ്പോ താനേ മാറിക്കോളും. ആ, സമയം ഒരുപാടായി. ഞാൻ വെളുക്കുമ്പേക്ക് വരാം. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നല്ല കുളിരുണ്ട്. പെട്ടിക്കെന്നാ കമ്പിളി എടുത്തോ. ശ്രീദേവി, എന്താ? എന്തു പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല,
ഒന്നുമില്ല. ഇന്ന് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ആദ്യത്തെ സ്ട്രൈക്കിന് തന്നെ ഒരു 5 എണ്ണമെങ്കിലും പോക്കറ്റിലാക്കുന്നതാണല്ലോ. എന്തോ ശ്രീദേവിയുടെ മുഖത്ത് എന്തോ ഒരു വല്ലായ്മയുണ്ട്. ആരാ നോക്ക്. ഹലോ, ഞാൻ വിനോദാണ്. റോങ് നമ്പർ. ഏയ് എന്റെ കളിയാ. ആരാ? റോങ് നമ്പറാ. ശ്രീദേവിക്ക് എന്താ അസുഖമില്ലേ? നമുക്ക് പിന്നെ കളിക്കാം. വോയിസ്. വണക്കം അയ്യാ. വണക്കം. വണക്കങ്ക. വണക്കമ്മ. ആ രമ എപ്പോ വന്നു? ഇപ്പൊ വന്നേയുള്ളൂ ഡോക്ടർ. അമ്മ എന്തി? അമ്മയത്തെ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഡോക്ടർ? സിന്ധുവോള് വന്നില്ലേ? കാർ അയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അല്പ ഫീവർ ഉണ്ടായിരുന്നു. തണുപ്പത്തോടി നടന്നിട്ടാ. ഏതായാലും ഇവിടെ നിർത്തണ്ട. വരുമ്പോ തന്നെ ഡ്രൈവറോട് പറഞ്ഞൊരു വീട്ടിലേക്ക് കൊണ്ടാക്കാൻ. ഞാൻ അല്പം ലേറ്റ് ആവും. ശരി ഡോക്ടർ. എടാ വിനോദേ, പഴയ കാര്യങ്ങൾ ഓർത്ത് നീ നിന്റെ ജീവിതം പാഴാക്കരുത്. നടന്നു കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നത് ബുദ്ധിയല്ല. ഇതുവരെ ഞാൻ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ താളം പോലും തെറ്റിയിട്ടില്ല, തെറ്റുകയുമില്ല. എന്ത് ലക്ഷ്യമെന്നാണ് നീ പറയുന്നത്? എന്നെ വഞ്ചിച്ചിട്ട് ഒരു കിഴവന്റെ പണം മോഹിച്ച് ഇവിടെ കൊച്ചമഞ്ഞ് മഞ്ഞ് നടക്കുന്നില്ല. അവൾ അവസാനിപ്പിച്ച് ഞാൻ അവിടുന്ന് പോകും. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അവളുടെ കയ്യിലൊരുത്തൻ സ്പർശിച്ചതിനാടാ ഞാൻ ജയിലിൽ പോയത്. കയ്യിൽ സ്പർശിച്ചതിനോ? വാസ്തവത്തിൽ അന്ന് എന്താടാ ഉണ്ടായത്? എന്റെ സ്വപ്നവും സ്വർഗവും എല്ലാം അവളായിരുന്നടാ. അവൾ മാത്രം. ഈ ആണുങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് മുത്തശ്ശി പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പിന്നെന്തിനാ വിശ്വസിച്ചത്? അച്ഛനോട് എന്നാ വിനു സംസാരിക്കുന്നത്? ആ എന്നാ അത് പറ. എന്റെ അമ്മ ഒന്നിങ്ങ് വന്നോട്ടെ കൊച്ചേ. എനിക്ക് ആകെ പേടിയാവുന്നു. താൻ എന്തിനാണോ പേടിക്കുന്നത്? ഞാനും താനും തമ്മിലുള്ള അനശ്വരമായ പ്രേമം ഹൈസ്കൂൾ മുതല് ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ തന്നെ കല്യാണവും കഴിക്കുന്നു. പിന്നെന്താ? ഞാൻ പോകുന്നു. വാ, വീട്ടിലേക്ക് വാ. ആരുമില്ല. അയ്യടാ. എടി അത് വരികടി. നിനക്കൊക്കെ എന്താ ഇവിടെ പുറത്തു കാര്യം? അവരെന്നെ കണ്ടെങ്കിൽ നിന്നതല്ലേ. അച്ഛനില്ലാത്തപ്പോ ഇവിടെ വരരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതെന്താ ശ്രീദേവി അങ്ങനെ പറഞ്ഞത്? അച്ഛനില്ലാത്തപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റൂ. അച്ഛനില്ലാത്തപ്പോ എന്ത് സംസാരിക്കാനാ? ഞാനിവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം. നിങ്ങൾ 3 പേരുണ്ടല്ലോ, മൊത്തമായിട്ട് എന്താണെന്ന് വെച്ചാ ഇറങ്ങൂടെ പുറത്ത്.
വഞ്ചിച്ചവളെ കൊന്നുവന്ന ആത്മശാന്തിയോടെ ഞാൻ ജയിലിലേക്ക് മടങ്ങും. വിനോദ്, വേണ്ട, ഇതെന്റെ പ്രതിജ്ഞയാ. ഞാനത് നിറവേറ്റും. വൃദ്ധനായ ആ മനുഷ്യനെങ്കിലും അവളുടെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്തേ. ആരെ അറിയിക്കാൻ നടക്കായിരുന്നു ഡോക്ടർ? അതിന് ഇയാൾക്ക് എന്ത് അസുഖമാണെന്നാണ് മിസ്റ്റർ വർമ്മ പറയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡോക്ടർ. ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാൻ. 2-3 ദിവസമായി പുള്ളിക്കാരത്തേക്ക് വലിയ ചേഞ്ചാ. അതെ, കൂടുതൽ ശ്രദ്ധിക്കുന്നുകൊണ്ടുള്ള തോന്നലാ. വേണ്ട, ഞാൻ എടുക്കാം. ഹലോ, ഞാൻ വിനോദാണ്. വിനോദ്, ദിസ് ഈസ് 6164. നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ആരാ? ഏതോ ഒരു വിനോദ്. റോങ് നമ്പറാ. എങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. മോളെ കോൺവെന്റ് ഡ്രോപ്പ് ചെയ്യേണ്ടതാ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ആ, ദേ ശ്രീദേവി, ആളുകളെ ചുമ്മാ പേടിപ്പിക്കരുത്. വേഗം വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വരണ്ടുപോയി. ഐ എം ഓൾറൈറ്റ് ഡോക്ടർ. വരട്ടെ. ആ, ഹലോ, റോങ് നമ്പർ. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടു. ഞാനും താനും തമ്മിലുള്ള അനശ്വരമായ പ്രേമം ഹൈസ്കൂൾ മുതൽ ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ തന്നെ കല്യാണവും കഴിക്കുന്നു. ആരോ മുതലാളിയെ കാണാൻ വന്നിരിക്കുന്നു. മുതലാളി എന്നെയോ ചോദിച്ചാ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാണെന്ന് പറഞ്ഞു. എന്തൊക്കെ കുളിരപ്പോ. എന്താ വിശേഷിച്ച്? ശ്രീദേവി ഉണ്ടോ? ഒരാളില്ല, കൊച്ചമ്മയില്ല, പുറത്തു പോയി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ആ, കൂനി വിറയ്ക്കാതെ അയാള് പോയി. താനിന്നനാ തന്നന്നനാ താനിന്ന തനനാ.
സാറെവിടെ? മുകളിലുണ്ട്, വരൂ. എന്തൊരു കുളിരപ്പോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഓ, ഇന്ന് ശനിയാഴ്ചയാണല്ലോ. എസ്റ്റേറ്റിലേക്ക് പോകണമല്ലേ? ജഗദീഷിന് ബുദ്ധിമുട്ട് തന്നെ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാനും കൂടെ വരാമെന്ന്. അവിടെ കയറ്റവും ഇറക്കമൊക്കെയാ, ശ്രീദേവിക്ക് സാധിക്കില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല മാഡം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം എസ്റ്റേറ്റിൽ കൊണ്ടുപോകാൻ എന്താ പ്രയാസം? ജഗദീഷ് ആയതുകൊണ്ടാ എനിക്കൊരു സമാധാനം. ഏതായാലും ഇന്ന് പോകണ്ട. ഇന്ന് അവിടെ പ്രത്യേകിച്ച് ആരുമില്ല. അതെന്താ? ഇന്ന് നാളേക്ക് ലീവല്ലേ? ഓ, അത് ശരി. എനിക്ക് ലീവ് ചോദിക്കാനാ ഞാൻ വന്നത്. എന്തു പറ്റി ജഗദീഷ്? വീട്ടിൽ നിന്ന് അമ്മയുടെ എഴുത്തുണ്ടായിരുന്നു, ഒന്ന് അവിടം വരെ ചെല്ലണമെന്ന്. മാഡം വാങ്ങിക്കൊടുത്ത ഡ്രസ്സിന് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജഗദീഷ് പോയിക്കോ. ശ്രീദേവി, വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അമ്മയോട് എന്റെ അന്വേഷണം അറിയിക്കണം. ശരി മാഡം. നിക്കൂ, ചായ കുടിച്ചിട്ട് പോവാം. ഒന്ന് നിൽക്കണേ. മുതലാളി ഉണ്ടോ? ഉണ്ട്, മാനേജർ സാറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഹലോ, ഞാൻ വിനോദാണ്. സാറും കൊച്ചമ്മയും കൂടെ പുറത്തു പോയിരിക്കുക. നിങ്ങളാരാ? ഞാനിവിടെ നിൽക്കുന്നതാ. എന്നാ നിന്റെ കൊച്ചമ്മയോട് പറഞ്ഞേക്ക് വിനോദ് ഫോൺ ചെയ്തെന്ന്. പറയാം. തീർന്നില്ല. നാളെ ഡിസംബർ 31 എന്റെയും നിന്റെ കൊച്ചമ്മയുടെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസം. ഞാൻ ജയിലിൽ പോയ ദിവസം. രാത്രി 12 മണിക്ക് നിന്റെ കൊച്ചമ്മയെ കാണാൻ ഞാൻ വരും. സൗകര്യപ്പെട്ട ഭർത്താവിനെ ഉറക്കി കിടത്താൻ പറ. ഭർത്താവുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, ഞാൻ വരും. ഈ കൊച്ചമ്മേ, ഇനി സാരി റിസീവറിൽ നിന്ന് മാറ്റിക്കോ. എന്റെ കയ്യിൽ നിന്ന് ഒരു കാലത്ത് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. വല്ലാതെ വേർത്തല്ലോ. കിച്ചണിലാരുമില്ലേ? ശോഭ പുറത്തു പോയിരിക്ക. അപ്പോ ഞാൻ ഇനി മറ്റന്നാളെ വരും. ഓക്കെ. വീട്ടിലെല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. ശരി സാർ. എന്തൊരു കുളിരപ്പോ. ആഹാര സാധനങ്ങളെല്ലാം എടുത്തു വെച്ചല്ലോ. ഒരൈറ്റം ദേ വരുന്നു. ശോഭേ, ശ്രീദേവി വിളിക്ക്. ഇനി ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട. നിങ്ങളും വല്ലതും കഴിച്ചിട്ട് കിടന്നു. കൊച്ചമ്മേ, മുതലാളി വിളിക്കുന്നു. അല്ല, ഞാനൊന്ന് പുറത്തോട്ട്. പോയിക്കോ. നേരം വെളുക്കുമ്പോ ഇങ്ങ് എത്തണം. ശോഭയൊന്നും പോയിക്കോ. ശരി. കൊച്ചമ്മ, ഞാൻ ഒന്ന്. ശ്രീദേവി, ഡോക്ടർക്ക് ഫോൺ ചെയ്തോ? ഉവ്വ്. പന്ത്രണ്ട് മണി ആകാറായല്ലോ. ഡോക്ടർ എന്താ ലേറ്റ് ആകുന്നത്? അത് ഡോക്ടർ എന്താ ലേറ്റ് ആവുന്നത്?
എത്ര നേരമായി ഡോക്ടർ കാത്തിരിക്കുന്നു? എല്ലാം റെഡിയാണല്ലോ. ശ്രീദേവി എവിടെ? ശ്രീദേവി ഇന്നൊരു പെർമിഷൻ തന്നിരിക്കുക, ഒരല്പം. ദാറ്റ്സ് ഗുഡ്. ഫെസ്റ്റിവൽ ഒക്കെ ആകുമ്പോ ഒരല്പം ആകാം. അതിനെന്താ, അങ്ങനെ ആയിക്കോട്ടെ. ശ്രീദേവി പേടിക്കൊന്നും വേണ്ട. ഞാൻ വെയിറ്റ് ചെയ്യണോ സാർ? വേണ്ട, ഞാൻ തിരിച്ചു വരുമെന്നറിയില്ല. ഹാപ്പി ന്യൂ ഇയർ. Cheers. Come on, man. Come on. Come on. Drop the knife. Drop the knife! Move. No. കറക്റ്റ് സമയത്താണ് താനും എത്തിയത്. നന്നായി. എന്റെ ഭാരം പകുതി കുറഞ്ഞു. എല്ലാം മംഗളകരമായി അവസാനിച്ചു. പിന്നെ ഇത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. ഇന്ന് നേരം വെളുക്കുന്നതുവരെ ധാരാളം സമയമുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ടാവും. ആ നിലയ്ക്ക് ഞാൻ കൂടുതൽ നേരം നിന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത് ഭംഗിയല്ല. തന്നെയല്ല, മോൾ എഴുന്നേറ്റാൽ എന്നെ അന്വേഷിക്കും. ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ശ്രീദേവ് ഫോൺ ചെയ്ത് പോലീസിനെ അറിയിക്കില്ല. ആ നിലയ്ക്ക് മിസ്റ്റർ വിനോദിനും അത് ചെയ്യാൻ കഴിയില്ലല്ലോ, അല്ലേ? നേരം വെളുക്കുമ്പോൾ ഇതൊരു ആത്മഹത്യയായിരിക്കണം. ഐ മീൻ സൂയിസൈഡ്. ഉദയവർമ്മ മുതലാളി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ശ്രീദേവിയോട് ചോദിച്ചാൽ പറയും. ബൈ ദ ബൈ, ഇതെന്റെ കാർഡാണ്. വാങ്ങിക്കൂ. വല്ലപ്പോഴൊക്കെ വരണം. അല്ല, വരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. വരാതെ പറ്റില്ലല്ലോ. ആത്മഹത്യ മറക്കണ്ട. തോക്കി ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇത് നിങ്ങൾക്കൊരു സഹായമായിരിക്കും. ഇതിൽ 5 ബുള്ളറ്റ്സ് ബാലൻസ് ഉണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. Then wish you a happy new year.
പോലീസിൽ ആരുടെ മുമ്പിൽ അറിയിക്കരുത്. നിന്ന്? മാറാൻ. ഞാൻ പിഴച്ചവളാണ്, സമ്മതിച്ചു. സമാധാനമായോ? ഇനി മറ്റെന്തെങ്കിലും കൂടി വിനുവിന് അറിയണോ? ഞാൻ എന്തുകൊണ്ടാണ് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നതെന്ന് വിനു ചോദിക്കാത്ത എന്താ? അതിന്റെ ആവശ്യം വിനുവിനില്ല. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് വിനു അതറിയണം. ശ്രീദേവിയുടെ പൂർവ്വകാല ചരിത്രത്തെ പറ്റി എനിക്ക് കേൾക്കണമെന്നില്ല. അതെന്തു തന്നെ ആയാലും ഞാൻ അവളെ വിവാഹം കഴിച്ചോളാം. പിന്നെ അവളുടെ 2 സഹോദരിമാരെയും ഞാൻ വിവാഹം കഴിപ്പിച്ചയക്കാം. പിന്നെ ഇവിടെ നല്ലൊരു വീടും വെച്ച് തരാം. കൃഷ്ണപിള്ള ചേട്ടൻ ഇനി എന്താണ് ആലോചിക്കുന്നത്? എന്റെ മോളോടല്ലാതെ അച്ഛന് വേറെ ആരോടും പറയാനില്ല. പുര നിറഞ്ഞു നിൽക്കുന്ന നിന്റെ അനുജത്തിമാരുടെ ഭാവിയെങ്കിലും എന്റെ മോൾ ഓർക്കണം. ഇവരിങ്ങനെ നിൽക്കുമ്പോ ഞാൻ മരിച്ചാലും എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല മോളെ. ഞാൻ മോളുടെ കാര്യം എന്റെ മോളൊന്നും മൂളിയാണ് ഈ കുടുംബം രക്ഷപ്പെടും. ഒന്നുമില്ലെങ്കിലും നിന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായല്ലോ. ഈശ്വരനെ കരുതി ഞങ്ങളെ രക്ഷിക്കും. രോഗിയായ അച്ഛന് നിങ്ങളെ കല്യാണം കഴിച്ചയക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല മോളെ. സ്വന്തം അച്ഛൻ കാലിൽ വീണ് യാചിച്ചപ്പോൾ, സ്വന്തം അനുജത്തിമാരുടെ കണ്ണുനീര് കണ്ടപ്പോൾ, അർദ്ധപട്ടിണിയിലായിരുന്ന കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ആത്മഹത്യ ചെയ്യായിരുന്നു. ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സുഖത്തിനും കെൽപ്പില്ലാത്തൊരു പുരുഷനെയാണ് ഭർത്താവായി സ്വീകരിക്കേണ്ടതെന്ന് വിവാഹത്തിന് മുൻപേ ഞാൻ അറിഞ്ഞിരുന്നു. ഒരു കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയും ഭർത്താവില്ലാതെ ഗർഭിണിയായി എന്ന അപമാനം വരുത്തിവെച്ച ഞാൻ എന്ത് ചെയ്യണം? വിനുവിനെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ. പക്ഷെ ദയവീതി വിവരം പോലീസിൽ അറിയിക്കരുത്. ആ ഡോക്ടർ അത്ര ക്രൂരനാണ്. എന്താ ശ്രീദേവി പറയുന്നത്? വിനു ജയിലിൽ പോയത് ശരിയാണ്. പക്ഷെ ഗർഭിണിയായിരുന്ന ഞാൻ പ്രസവിക്കുന്നവരെ അനുഭവിച്ച യാതനകൾ എന്തൊക്കെയാണെന്ന് വിനുവിനറിയാമോ? വിനുവിന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നില്ല. ഞാൻ നൊന്ത് പ്രസവിച്ചു. കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി രഹസ്യമായി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട നേഴ്സ് ലീലാമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു. നമ്മുടെ കുഞ്ഞിന്ന് ഡോക്ടറുടെ കയ്യിലാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഈ സംഭവം പോലീസിൽ അറിയിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ അയാൾ കൊന്നു കളയും. പ്ലീസ്, എന്റെ മോളെ രക്ഷിക്കൂ. ഞാൻ പറഞ്ഞ പോലെ അല്ലാതെ യാതൊരു കാരണവശാലും വാക്കുകൾ മാറരുത്. അവർ മറിച്ചും തിരിച്ചും എല്ലാം ചോദിക്കും. മനസ്സിലായോ? എനിക്ക് പേടിയാവുന്നു. ധൈര്യമായിട്ടിരിക്കേ. തൽക്കാലം ഇത് ആത്മഹത്യ തന്നെയാ. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം.